ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻസൈക്കോ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇക്കൊല്ലത്തെ തിരുനക്കര പൂരത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിരുനക്കര പൂരം നമുക്കറിയാം. തിരുനക്കര പൂരത്തിന് ആനകൾ പടിക്കെട്ടിറങ്ങി വരുന്ന കാഴ്ചകൾ കാണാൻ ക്ഷേത്രത്തിന് മുന്നിലെ മൈതാനത്ത് ആനപ്രേമികളും ഭക്തജനങ്ങളുമെല്ലാം തടിച്ചുകൂടാറുണ്ട്. ഓരോ ആനകളും ക്ഷേത്രനടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ആനകളുടെ വിവരണങ്ങൾ കൂടിയാകുമ്പോൾ അത് ആനപ്രേമികൾക്ക് എന്തെന്നില്ലാത്ത ആവേശം പകരുന്നു. എന്നാൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്ഷേത്ര മതിൽക്കെട്ടിനകത്തെ ഗോപുരനടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പുള്ള ആനകളുടെ കാഴ്ചകളാണ്. ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് കൃത്യസമയത്ത് തന്നെ എല്ലാ ആനകളും അണിനിരക്കും. അതിനുശേഷം ലിസ്റ്റ് പ്രകാരം ക്രമമനുസരിച്ച് തിരുനക്കര തേവരെ തൊഴുത് ഗോപുരനട വഴി ആനകൾ പുറത്തേക്കിറങ്ങുന്നു. ഗോപുരനട വഴി ആനകൾ പുറത്തേക്കിറങ്ങുന്ന സമയത്ത് ആനക്കാർ മാത്രമാണ് ആനയോടൊപ്പം ഉണ്ടാവുക. ഈ സമയത്ത് ഭക്തജനങ്ങളെ ഗോപുരനട വഴി കമ്മിറ്റിക്കാർ പുറത്തേക്കിറക്കി വിടാറുമില്ല. ഒരു ഗോപുരത്തിന്റെ കവാടത്തിന് അപ്പുറം ക്ഷേത്ര മുറ്റത്തെ മൈതാനത്ത് ജനലക്ഷങ്ങളാണ് ഈ ആനകളെ കാണുവാനായി കൂടി നിൽക്കുന്നത്. ക്ഷേത്രത്തിനകത്ത് നിൽക്കുമ്പോൾ അതിന്റെ ആരവവും ആവേശവുമെല്ലാം നമുക്ക് വ്യക്തമായി കേൾക്കുവാനും കഴിയും. രണ്ടായിരത്തി 2024 തിരുനക്കര പൂരത്തിന്റെ പ്രധാന ആകർഷണമായിരുന്നു തെക്കിന്റെ തേവർ തൃക്കടവൂർ ശിവരാജു. എല്ലാ ആനകളും ഗോപുരനട കടന്ന് പുറത്തേക്കിറങ്ങിയതിനു ശേഷം തൃക്കടവൂർ ശിവരാജുവിന്റെ ശിരസിലേറി തിരുനക്കര തേവർ പുറത്തേക്ക് എഴുന്നള്ളുന്നു. ഈ അമ്പലമുറ്റത്ത് നിൽക്കുന്ന സമയത്ത് ഗോപുരനടയ്ക്ക് പുറത്തെ ആവേശവും ആരവവുമെല്ലാം നമുക്ക് വ്യക്തമായി കേൾക്കാം. ചില സമയം ചില ആനകളുടെ പേര് വിളിക്കുമ്പോൾ ആവേശം വാനോളം എത്തുകയും ചെയ്യുന്നു. തിരുനക്കര പൂരത്തിന് ഒത്തുകൂടിയ ജനങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് ഈ സമയം ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ഉണ്ടാവുക. ഭാരവാഹികൾ ആനകളുടെ പേര് വിളിക്കുന്നതനുസരിച്ച് ഓരോ ആനകളും എത്തി കൊടിമര ചുവട്ടിൽ വന്ന് തിരുനക്കര തേവരെ വണങ്ങിപ്പോകുന്ന കാഴ്ച അതിമനോഹരം തന്നെയാണ്.
ഗജരാജൻ കാഞ്ഞിരക്കാട്ട് ശേഖരനും ചൈത്രം അച്ചുവും മീനാട് വിനായകനുമെല്ലാം പുറത്തേക്കിറങ്ങുവാൻ തയ്യാറായി നിൽക്കുകയാണ്. അക്ഷരനഗരിയുടെ മറ്റൊരു ആനച്ചന്തം പുതുപ്പള്ളിക്കാരൻ സാധു ആന. ഈ സമയം തൃക്കടവൂർ ശിവരാജു നെറ്റിപ്പട്ടമെല്ലാം അണിഞ്ഞ് തിരുനക്കരത്തേവരെ ശിരസിലേറ്റുവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നായകൻ തൃക്കടവൂരപ്പന്റെ കൊമ്പനാന കോന്നി ആനച്ചന്തം. പേരും പെരുമയും ആവോളമുള്ള ഗജരാജം മന്നാടിയാർ തൃക്കടവൂർ ശിവരാജു. ിലെ തിരുനക്കര പൂരത്തിന്റെ മറ്റൊരു നായകനായിരുന്നു ഉഷശ്രീ ശങ്കരൻകുട്ടി. ഏറ്റുമാനൂർ ഉള്ള ഉഷശ്രീ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഉഷശ്രീ ശങ്കരൻകുട്ടിയാന നന്ദു എന്ന ചട്ടക്കാരന്റെ കയ്യും പിടിച്ച് ഗോപുരനട കടന്നെത്തിയപ്പോൾ എന്തെന്നില്ലാത്ത ആവേശവും ആരവവുമാണ് ആനപ്രേമികളിൽ നിന്നുണ്ടായത്. എല്ലാം കൊണ്ടും പ്രൗഢഗംഭീരം തന്നെയായിരുന്നു ഇക്കൊല്ലത്തെ തിരുനക്കര പൂരവും. മറ്റൊരു വീഡിയോയിൽ പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ വിടവാങ്ങുന്നു. നന്ദി, നല്ല നമസ്കാരം.